ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. കഴിഞ്ഞ വർഷം പഠിച്ച കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്താണെന്ന് ഓർക്കുക. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. The set of all ordered pairs AB of elements A belongs to A, B belongs to B is called the Cartesian product of sets A and B, and it is denoted by A cross B. Thus, A cross B equal to set of all ordered pair AB such that A belongs to A and B belongs to B. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എപ്പോഴും ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. ആ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലെയും സെക്കൻഡ് കമ്പോണൻറ്റ് അല്ല ബിയിലെയും ആയിരിക്കും. ഒരു എക്സാമ്പിളോടെ നോക്കിയോ. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 3 4. ഇപ്പോൾ എ ക്രോസ് ബി നിങ്ങൾക്ക് എഴുതാനറിയാം. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 3, ordered pair 1 4, ordered pair 2 3, ordered pair 2 4, ordered pair 3 3, ordered pair 3 4. നമ്പർ ഓഫ് എ ക്രോസ് ബി കാണണമെങ്കിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്പർ ഓഫ് എ 3 ആണ്, നമ്പർ ഓഫ് ബി 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 6. അപ്പോൾ 6 ഓർഡേഡ് പെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. ആ കാര്യം ഓർക്കുക. ഇനിയാണ് നമുക്ക് അടുത്ത സെക്ഷൻ റിലേഷൻസ് നോക്കാം. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എ റിലേഷൻ ഫ്രം എ ഇൻറ്റു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതിന് നമുക്ക് ഡിനോട്ട് ചെയ്യാം ആർ, അല്ലെങ്കിൽ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇനി ഇഫ് ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ. ഇപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആകുമ്പോൾ അതിലൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് ഓർഡേഡ് പെയേഴ്സ് ആണ്. അപ്പോൾ ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എ റിലേറ്റഡ് ടു ബി ആണ്. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇഫ് ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ദെൻ വി റൈറ്റ് ഇറ്റ് ആസ് എ റിലേറ്റഡ് ടു ബി. അപ്പോൾ എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്ന ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്നാണ്. ഈ ചാപ്റ്ററിൽ എപ്പോഴും എ ഈക്വൽ ടു ബി ആയ ഒരു റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എ റിലേഷൻ ഇൻ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ എം എലമെൻസും ബിയിൽ എൻ എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ നമ്മൾ പറഞ്ഞു എം എൻ എലമെൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എ ക്രോസ് ബിയിൽ എം എൻ എലമെൻസ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ കാണും? ഓർക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് 2m n സബ്സെറ്റുകൾ കാണും. ആ സബ്സെറ്റുകളെല്ലാം റിലേഷൻസ് ആയിരിക്കും. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് 2m n ആയിരിക്കും. അപ്പോൾ എൻ ഓഫ് എ ഈക്വൽ ടു എമ്മും എൻ ഓഫ് ബി ഈക്വൽ ടു എന്നും ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് 2m n. ആ നമ്പർ ഓഫ് റിലേഷൻസിൽ എം ടി റിലേഷൻസും ഉണ്ട്, യൂണിവേഴ്സൽ റിലേഷനും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഇപ്പോൾ ഒരു റിലേഷൻ്റെ ഡൊമെയിനും റേഞ്ചും എന്ന് പറഞ്ഞാൽ ആ റിലേഷനിലെ ഓർഡേഡ് പെയേഴ്സിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റിന് ഡൊമെയിൻ എന്നും സെക്കൻഡ് കമ്പോണൻറ്റിന് റേഞ്ച് എന്നും പറയും. അപ്പോൾ ഡൊമെയിൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 2 5 7 9. ഇവിടെ റിലേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, ആർ ഈക്വൽ ടു. ഇപ്പോൾ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും അത്. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് 1 2 1 5 3 9 4 2 ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ആ ഓർഡേഡ് പെയേഴ്സിലെ ഫസ്റ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ഡൊമെയിൻ ആർ ഈക്വൽ ടു സെറ്റ് 1 3 4, റേഞ്ച് ആർ ഈക്വൽ ടു സെറ്റ് 2 5 9. നെക്സ്റ്റ് വൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. നമ്മൾ 3 ടൈപ്പ് റിലേഷൻസ് ആണ് പഠിക്കുന്നത്: റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് നോക്കുക. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് എ റിലേറ്റഡ് ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ദാറ്റ് ഈസ്
ഇഫ് ഓർഡേഡ് പെയർ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ. അപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സെറ്റിലെ ഓരോ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എക്സാമ്പിൾ നോക്കി, ദ റിലേഷൻ ഈസ് ഈക്വൽ ടു ഇൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ ബിക്കോസ് ഈച്ച് നമ്പർ ഈസ് ഈക്വൽ ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷനാണ്. ഏത് നമ്പർ 3 ആണെങ്കിൽ 3 3യോട് ഈക്വലാണ്, 1 എടുക്കുവാണെങ്കിൽ 1 1നോട് ഈക്വലാണ്, -1 എടുക്കുവാണെങ്കിൽ -1 -1നോട് ഈക്വലാണ്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ, ദ റിലേഷൻ ഈസ് പാരലൽ ടു ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ ഈസ് റിഫ്ലെക്സീവ് ബിക്കോസ് ഈച്ച് ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. പാരലൽ എന്ന് പറയുന്ന റിലേഷൻ എടുക്കുവാണെങ്കിൽ ഒരു പ്ലെയിനിലെ ലൈൻസിൻ്റെ സെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ലൈനും ഓരോ ലൈനും എടുത്താൽ ആ ലൈൻ അതിനോട് തന്നെ പാരലലാണ്. അതുകൊണ്ട് പാരലൽ എന്ന് പറയുന്ന റിലേഷനും എന്താണ്? റിഫ്ലെക്സീവാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പോൾ R1 എന്ന് പറയുന്ന ഒരു റിലേഷൻ എഴുതുക. അപ്പോൾ R1 എന്ന് പറയണേ എ ക്രോസ് എയുടെ സബ്സെറ്റാണ് എഴുതിയേക്കണേ. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 1 2 2 3 3 1 3. ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്. കാരണം ഓർഡേഡ് പെയർ 1 1 ഉണ്ട്, ഓർഡേഡ് പെയർ 2 2 ഉണ്ട്, ഓർഡേഡ് പെയർ 3 3 ഉണ്ട്. അപ്പോൾ 1 1നോട് തന്നെ റിലേറ്റഡ് ആണ്, 2 2നോട് റിലേറ്റഡ് ആണ്, 3 3യോട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം R1 ഈസ് റിഫ്ലെക്സീവ് എന്ന്. അതുപോലെ R2 എന്ന് പറയുന്ന വേറൊരു റിലേഷനും തന്നിട്ടുണ്ട്. അത് റിലേഷൻ തന്നെയാണ്, കാരണം എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 1 2 2 3 2. പക്ഷേ അത് റിഫ്ലെക്സീവ് അല്ല, കാരണം 3 3യോട് റിലേറ്റഡ് അല്ല. ഓർഡേഡ് പെയർ 3 3 നോട്ട് ബിലോങ്സ് ടു R2, ദെയർഫോർ R2 ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കണം. എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിൽ ആ റിലേഷനെയാണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സിമെട്രിക് റിലേഷൻ. എ റിലേഷൻ R in a set A is said to be symmetric if A related to B implies B related to A. That is, if ordered pair AB belongs to R implies ordered pair BA belongs to R. ഓർഡേഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ അവിടെ ഓർഡേഡ് പെയർ ബി എയും കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ റിലേഷനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഓർഡേഡ് പെയർ 2 3 ഉണ്ടെങ്കിൽ അതേ റിലേഷനിൽ എന്ത് കാണണം? ഓർഡേഡ് പെയർ 3 2 കാണണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയുകയുള്ളൂ. അവിടെ എക്സാമ്പിൾ നോക്കി, പാരലൽ ടു എന്ന് പറയുന്ന ആ റിലേഷൻ അത് സിമെട്രിക് ആയിരിക്കും. കാരണം L1 L2നോട് പാരലലാണെങ്കിൽ തിരിച്ച് L2 L1നോടും പാരലലായിരിക്കും. അപ്പോൾ പാരലൽ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? സിമെട്രിക്കാണ്. വീണ്ടും ലെസ് ദാൻ എന്ന് പറയുന്ന റിലേഷൻ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ റിലേഷൻ ലെസ് ദാൻ ആയിട്ട് എടുക്കുക. അത് സിമെട്രിക് ആയിരിക്കുമോ? അല്ല, കാരണം 2 ലെസ് ദാൻ 3 ആണ്, പക്ഷെ 3 നോട്ട് ലെസ് ദാൻ 2 ആണ്. അപ്പം ലെസ് ദാൻ എന്ന് പറയുന്ന റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. അതുപോലെ ഗ്രേറ്റർ ദാൻ എടുത്താലും അത് സിമെട്രിക് അല്ല. അടുത്തൊരു എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് 1 2 3, ദെൻ R1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ 1 1 2 3 3 2 ഈസ് എ സിമെട്രിക് റിലേഷൻ ഇൻ എ. അത് R1 എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ട്, കാരണം 2 3 ഉണ്ട്, അതിന് തിരിച്ച് 3 2 ഉണ്ട്. അതുകൊണ്ട് ആ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. പക്ഷെ R2 എന്ന് പറഞ്ഞ റിലേഷൻ കണ്ടോ? ഓർഡേഡ് പെയർ 1 1 1 3 2 2. ഇപ്പോൾ 1 1 തിരിച്ചെടുത്താലും 1 1 തന്നെ. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. ഓർഡേഡ് പെയർ 1 3 ഉണ്ട്. അപ്പോൾ 1 3 ഉണ്ടെങ്കിൽ ആ റിലേഷനിൽ തന്നെ എന്ത് കാണണമായിരുന്നു? ഓർഡേഡ് പെയർ 3 1 കാണണമായിരുന്നു. അതവിടെ ഇല്ല. അതുകൊണ്ട് ആ റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. അപ്പോൾ R2 എന്ന് പറയുന്ന റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. റീസൺ, ഓർഡേഡ് പെയർ 1 3 ബിലോങ്സ് ടു R2 ബട്ട് ഓർഡേഡ് പെയർ 3 1 നോട്ട് ബിലോങ്സ് ടു R2. അടുത്ത ട്രാൻസിറ്റീവ് റിലേഷൻ. A relation R in a set A is said to be transitive if A related to B and B related to C implies A related to C. അതായത് എ ബിയോടും ബി സിയോടും റിലേറ്റഡ് ആണെങ്കിൽ എ സിയോട് റിലേറ്റഡ് ആയിരിക്കണം. അതായത് ഓർഡേഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ഓർഡേഡ് പെയർ ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ഓർഡേഡ് പെയർ
എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പാരലൽ എന്ന് പറയുന്ന ആ റിലേഷൻ എടുക്കുക. അപ്പോൾ L1 L2വിനോട് പാരലലാണ്, L2 L3യോട് പാരലലാണെന്ന് എടുക്കുക. അപ്പോൾ L1 L3 എങ്ങനെയായിരിക്കും? L1 L3യും പാരലലായിരിക്കും. അതുകൊണ്ട് പാരലൽ എന്ന് പറയുന്ന റിലേഷൻ എടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ട്രാൻസിറ്റീവ് ആയിരിക്കും. എന്നാൽ പെർപെൻഡിക്കുലറോ? ഇഫ് L1 പെർപെൻഡിക്കുലർ ടു L2 ആൻഡ് L2 പെർപെൻഡിക്കുലർ ടു L3. അപ്പോൾ L1 L3 എങ്ങനെയായിരിക്കും? അത് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, അത് പാരലലാണ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന റിലേഷൻ എന്തായിരിക്കില്ല? ട്രാൻസിറ്റീവ് ആയിരിക്കില്ല. അടുത്തത് ഈക്വലൻസ് റിലേഷൻ. A relation R in a set A is said to be equivalence relation if R is reflexive, symmetric and transitive. അപ്പോൾ ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. മൂന്നിൻ്റെയും കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പം എക്സാമ്പിൾ നോക്കുക. The relation is parallel to in the set of all lines in a plane is an equivalence relation. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പാരലൽ. അപ്പോൾ പാരലൽ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, കാരണം ഈച്ച് ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. അടുത്ത ഇഫ് L1 ഈസ് പാരലൽ ടു L2 then L2 ഈസ് പാരലൽ ടു L1, therefore it is symmetric. If L1 parallel to L2 and L2 parallel to L3 then L1 is parallel to L3, then it is symmetric. ട്രാൻസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പാരലൽ എന്ന് പറയുന്ന റിലേഷൻ എന്തായിരിക്കും? ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ let A equal to set 1 2 3 then R1 equal to set of all ordered pair 1 1 2 2 3 3 1 3 3 1 is an equivalence relation. കാരണം ആ R1 എന്ന് പറയുന്ന റിലേഷനിൽ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അതുകൊണ്ട് എന്താണ്? അത് റിഫ്ലെക്സീവ് ആണ്. അടുത്ത സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എയും ബിയും ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായാൽ മതി. അപ്പോൾ ഓർഡേഡ് പെയർ 1 3 ഉണ്ട്, ഓർഡേഡ് പെയർ 1 3 ഉള്ളപ്പോൾ അവിടെ ഓർഡേഡ് പെയർ 3 1 വന്നിട്ടുണ്ട്. അതുകൊണ്ടത് സിമെട്രിക്കാണ്. അടുത്ത ട്രാൻസിറ്റീവ്. എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ഉണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു സി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന ആകെ 1 3 ഉണ്ട്, പിന്നെ 3 1 ഉണ്ട്. കണ്ടോ? 1 റിലേറ്റഡ് ടു 3 ആൻഡ് 3 റിലേറ്റഡ് ടു 1. അപ്പോൾ ഏതവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഓർഡേഡ് പെയർ 1 1. അപ്പോൾ ഓർഡേഡ് പെയർ 1 1 അവിടെയുണ്ട്. അതുകൊണ്ട് R1 എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഈക്വലൻസ് റിലേഷനാണ്. അടുത്ത R2 നോക്കുക. ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 2 2, ഓർഡേഡ് പെയർ 1 3, ഓർഡേഡ് പെയർ 3 1 ഈസ് നോട്ട് ആൻ ഈക്വലൻസ് റിലേഷൻ. കാരണം ആദ്യം തന്നെ നമുക്ക് പറയാതെ റിഫ്ലെക്സീവ് അല്ല. കാരണം 1 1ഉം 2 2 ഉള്ളൂ, അവിടെ 3 3 ഇല്ല. അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. ഒരെണ്ണം ഇല്ലെങ്കിൽ നമുക്ക് അവിടത്തോണ്ട് റിഫ്ലെക്സീവ് അല്ലാത്തതുകൊണ്ട് എന്തല്ല? ഈക്വലൻസ് റിലേഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ബാക്കിയുള്ളത് നോക്കണം. അടുത്തത് ഒരു എക്സാമ്പിളാണ്. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ലെറ്റ് n be the set of integers and R be the relation defined by R equal to set of all ordered pair xy such that xy belongs to n and x minus y is a multiple of 5. Prove that R is an equivalence relation. തന്നിരിക്കുന്ന റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോ നോക്കണം. അപ്പോൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കണം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിലാണ്. അപ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈ ആ റിലേഷനിൽ ഒരു എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ എക്സ് മൈനസ് വൈ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ ഓർഡേഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ സിമെട്രിക് ആണോ എന്ന് നോക്കണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം, റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക. ഈച്ച് എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ നോക്കിയേ, സിൻസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് മൈനസ് എക്സ് 0 ആയതുകൊണ്ട് അത് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ എക്സ് എക്സിനോട് തന്നെ റിലേറ്റഡ് ആണ്, അതുകൊണ്ടത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. വീണ്ടും സിമെട്രിക് ആണോ എന്ന് നോക്കണമെങ്കിൽ
എക്സ് വൈ ഓർഡേഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്നെടുക്കണം. എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. നമുക്കറിയാം എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ ഉറപ്പായിട്ടും വൈ മൈനസ് എക്സ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ വൈ എക്സ് ബിലോങ്സ് ടു ആർ. ദെയർഫോർ ഇറ്റ് ഈസ് സിമെട്രിക്. അടുത്തത് നമുക്ക് ട്രാൻസിറ്റീവ് ആണ് നോക്കേണ്ടത്. എക്സ് മൈനസ് വൈയും വൈ മൈനസ് ഇസഡും മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ്, ഇവിടെ മൈനസ് അല്ല. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെങ്കിൽ അതിൻ്റെ സമ്മു എന്താണെന്ന് നിങ്ങൾക്കറിയാം, മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെന്ന്. അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് വൈ മൈനസ് ഇസഡും മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് മൈനസ് ഇസഡ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഓർഡേഡ് പെയർ എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈയും ഓർഡേഡ് പെയർ വൈ ഇസഡും ആറിലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ കിട്ടി ഓർഡേഡ് പെയർ എക്സ് ഇസഡും ആറിലെ എലമെൻ്റാന്ന് കിട്ടി. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ദെയർഫോർ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, അടുത്തത് നമുക്ക് ഫംഗ്ഷനിലോട്ട് പോകുവാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്, ഒന്ന് ഓർക്കുക. Let a and b are any two non-empty sets. A function f from a to b is a relation from a to b such that the domain of f is a and no two ordered pairs in f have the same first component. അല്ലെങ്കിൽ ഓർക്കുക, a function or a map from a to b is a rule which associates to each element x in a has a unique element y in b. The unique element y of b is called the image of x under f and is written as y equal to f of x. Also, x is called the pre-image of y under the function f. ഇനി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണമെന്ന് നോക്കുക. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി നെ എഫ് ഫ്രം എ ടു ബി. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു മാപ്പിംഗ് ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എയിലെ എല്ലാ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാനും പാടില്ല. അത് മാത്രമാണ് ഫംഗ്ഷൻ ആകാനുള്ള കണ്ടീഷൻ. എയിലെ എല്ലാ എലമെൻറ്റ്സിനും ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാകാനും പാടില്ല. ഇനി എവറി ഫംഗ്ഷൻ ഫ്രം എ ടു ബി ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി, ബട്ട് എ റിലേഷൻ ഫ്രം എ ടു ബി നീഡ് നോട്ട് ബി എ ഫംഗ്ഷൻ. എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ഫംഗ്ഷനും ഒരു റിലേഷൻ ആയിരിക്കും. എന്നാൽ എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആകണമെന്ന് നിർബന്ധമില്ല. ഇനി ആ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ്. ദ സെറ്റ് എ ഈസ് കോൾഡ് ദ ഡൊമെയിൻ ഓഫ് എഫ് ആൻഡ് ബി ഈസ് കോൾഡ് ദ കോ ഡൊമെയിൻ ഓഫ് എഫ്. The subset of B formed by the image of elements of A under F is called the range of F and is denoted by ranf. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ ആ ഓർഡേഡ് പേഴ്സിൽ എഴുതണമെങ്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ഡൊമെയിനും സെക്കൻഡ് കമ്പോണൻറ്റ് അത് അതിൻ്റെ റേഞ്ചും ആയിരിക്കും. അടുത്തത് നമുക്കിവിടെ വേണ്ടത് 1 ഓൺ 2 ആണ്. ഫംഗ്ഷൻ രണ്ട് ടൈപ്പുള്ള ഫംഗ്ഷനാണ്. 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓൺ 2 ഫംഗ്ഷൻ. അതെന്താണെന്ന് നോക്കുക. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് 1 അതിൻ്റെ വേറൊരു പേരാണ് ഇൻജക്റ്റീവ്, അതോടെ ഓർക്കണം. 1 ആകാനുള്ള കണ്ടീഷൻ ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു ഫോർ എവരി എക്സ് വൺ എക്സ് ടു ബിലോങ്സ് ടു എക്സ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ദെൻ പ്രൂവ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. അതുപോലെ അടുത്തത് എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഓൺ 2. ഓൺ 2ൻ്റെ വേറൊരു പേരാണ് സബ്ജക്റ്റീവ്. അതാകാനുള്ള കണ്ടീഷൻ നോക്കുക. ഇഫ് ഗിവൺ എനി വൈ ബിലോങ്സ് ടു വൈ ദർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യും. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സ് എക്സിലെ എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 1 ഓൺ 2. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ.
ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകണമെങ്കിൽ അതിന് അത് 1 1 ഓൺ 2 ആയിരിക്കണം. അപ്പോൾ 1 1 ഓൺ 2 ആണെങ്കിൽ മാത്രമേ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് 1 1 ആണെന്നും ഓൺ 2 ആണെന്നും പ്രൂവ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ ഒരു ആരോ ഡയഗ്രം എടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. നമുക്ക് ഒരു ഫംഗ്ഷനാണ് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ആണ്. ആദ്യത്തെ കേസിൽ അത് 1 1 ആണ്. കാരണം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. കണ്ട, എയുടെ ഇമേജ് അവിടെ പി ആണ്, ബിയുടെ ഇമേജ് ക്യൂ ആണ്, സിയുടെ ഇമേജ് ആർ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. അതാണ് 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കണ്ടോ, അത് 1 1 അല്ല. കാരണം എയും ബിയും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. പക്ഷേ എയുടെ ഇമേജും പി ആണ്, ബിയുടെ ഇമേജും പി ആണ്. അതുകൊണ്ടത് 1 1 ഫംഗ്ഷൻ അല്ല. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 ആകണമെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി ആയിരിക്കണം. അതുപോലെ അടുത്ത ഫിഗർ നിങ്ങളൊന്ന് നോക്കിയേ, ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലെ എല്ലാ എലമെൻറ്റ്സിനും എയിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബിയുടെ എലമെൻറ്റ് പി ക്യു ആർ ആണ്. അവിടെ പി ക്യു ആറിനും എയിൽ പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ അത് ഓൺ ടു ഫംഗ്ഷനാണ്. പക്ഷെ ആ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. കാരണം എന്താണ്? ബിയുടെയും സിയുടെയും ഇമേജ് സെയിം ആയി. അത് ഓൺ ടു ആണ്, 1 1 അല്ല. അപ്പോൾ ഓൺ ടു ആകാനുള്ള കണ്ടീഷൻ ബിയിലെ എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അടുത്തൊരു ഫംഗ്ഷൻ നോക്കിയേ, അത് ഓൺ ടു അല്ല. കാരണം ഇസഡ് എന്ന് പറയുന്ന ബിയിലെ ഒരു എലമെൻ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ടത് ഓൺ ടു അല്ല. അടുത്തത് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ്. ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താകണം? അത് 1 1 ആകണം, ഓൺ ടു ആകണം. അപ്പോൾ ആ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 1 1 ആകാനുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സിലോട്ട് നോക്കുക, എക്സ് ഉള്ളിടത്ത് x1 കൊടുക്കുക. അപ്പോൾ 4x1 + 3 ഈക്വൽ ടു വീണ്ടും എക്സ് ഉള്ളിടത്ത് x2 കൊടുക്കുക. അപ്പോൾ 4x2 + 3. അവിടുന്ന് 3യും 3യും കട്ടായിപ്പോയി. അപ്പോൾ 4x1 ഈക്വൽ ടു 4x2. ദിസ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് ഈസ് 1 1. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 ആകാനെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് സപ്പോസ് ചെയ്തുകൊണ്ട് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യുക. അടുത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സപ്പോസ് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 4x + 3. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ y - 3 ഈക്വൽ ടു 4x. ദെയർഫോർ x ഈക്വൽ ടു y - 3 ഡിവൈഡഡ് ബൈ 4. അത് ഒരു റിയൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. y ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ y - 3/4 എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് ഓൺ ടു. അപ്പോൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സപ്പോസ് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണെന്ന് നോക്കുക. അപ്പോൾ അത് എക്സ് ഇവിടെ 6 ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു 6 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എഫ് ഈസ് ഓൺ ടു എന്ന് കിട്ടി. അപ്പോൾ 1 1 ഓൺ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആണെന്ന്. ഇനി ഇൻവേഴ്സ് കാണാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് y ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എക്സിന് പകരം എന്ത് കൊടുക്കാം? എഫ് ഇൻവേഴ്സ് y എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു y - 3/4. അതാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ചോദിച്ചാലും നമ്മൾ 1 1 ആണെന്നും ഓൺ ടു ആണെന്നും പ്രൂവ് ചെയ്യുക. ആ ഓൺ ടുവിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? ഇൻവേഴ്സ് എഴുതാൻ പറ്റും. ബാക്കിയുള്ള പ്രോബ്ലംസ് നോട്ട്ബുക്ക് വെച്ച് നോക്കുക. അടുത്തത് നമുക്ക് കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ് ആണ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി
ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി ആണ്. അപ്പം ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് ബൈ ജി ഡോട്ട് എഫ്. ജി ഡോട്ട് എഫ് ഫ്രം എ ടു സി. ആ ഫിഗറിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ജി ഡോട്ട് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി ഡിഫൈൻഡ് ബൈ ജി ഡോട്ട് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ. ഡെഫിനിഷൻ ഓർക്കണം, ജി ഡോട്ട് എഫ് ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ. അതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Find g dot f and f dot g if f of x equal to 8x cube and g of x equal to x raised to 1/3. അപ്പോൾ എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഡോട്ട് ജി കാണാൻ പറഞ്ഞാൽ എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. അപ്പോൾ ഡെഫിനിഷൻ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് തന്നിട്ട് ആ വാല്യൂവും കൊടുക്കുക എക്സ് റേസ് ടു 1/3. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതിന് പകരം എക്സ് റേസ് ടു 1/3ക്ക് പകരം എഫ് ഓഫ് വൈ എന്ന് എഴുതുക. എന്നിട്ട് എഫ് ഓഫ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് വൈയുടെ വാല്യൂ കാണണമെങ്കിൽ എഫ് ഓഫ് എക്സിലോട്ട് നിങ്ങൾ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് 8 ഇൻറ്റു എക്സ് റേസ് ടു 3 ആണ്. അപ്പോൾ എഫ് ഓഫ് വൈ എന്തായിരിക്കും? 8y³ എന്ന് എഴുതുക. ഇനി നമുക്ക് വൈക്ക് പകരം വാല്യൂ കൊടുക്കുക. അപ്പോൾ 8 ഇൻറ്റു എക്സ് റേസ് ടു 1/3 ദോൾ ക്യൂബ്. അപ്പോൾ 3യും 3യും കട്ടായിപ്പോയി 8x എന്ന് കിട്ടും. അപ്പോൾ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു 8x എന്ന് കിട്ടി. അടുത്ത നമ്മളോട് ജി ഡോട്ട് എഫ് ആ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് കാണുക. ഡെഫിനിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 8 ഇൻറ്റു x³. വീണ്ടും അവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യേണ്ട ജി ഓഫ് വൈ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് 8 ഇൻറ്റു x³ ആണ്. അപ്പോൾ ജി ഓഫ് വൈ കണ്ടുപിടിക്കാൻ ജി ഓഫ് എക്സ് എന്ന് നോക്കി. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 ആണ്. അപ്പോൾ ജി ഓഫ് വൈ എന്തായിരിക്കും? വൈ റേസ് ടു 1/3. ഇനി വൈക്ക് വരും വാല്യൂ കൊടുക്കുക. അപ്പോൾ 8x³ ദോൾ റേസ് ടു 1/3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2x എന്ന്. അപ്പോൾ നോക്കുക, എഫ് ഡോട്ട് ജി 8x ആണ്, ജി ഡോട്ട് എഫ് 2x ആണ്. അപ്പോൾ എഫ് ഡോട്ട് ജി നോട്ട് ഈക്വൽ ടു ജി ഡോട്ട് എഫ് എന്ന് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. അടുത്ത സെക്ഷൻ ബൈനറി ഓപ്പറേഷനാണ്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ബൈനറി ഓപ്പറേഷൻ നമുക്ക് ഏത് സിമ്പിൾ വേണേലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ളൊരു ഫംഗ്ഷനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് എ ആണ്. അപ്പോൾ എ ക്രോസ് എയിലെ എലമെൻറ്റ്സ് ഓർഡേഡ് പെയേഴ്സ് ആണെന്ന് ഓർക്കുക. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ആ ഫംഗ്ഷൻ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആ ബൈനറി ഓപ്പറേഷനിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താണ്, ഇൻവേഴ്സ് എന്താണ്, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അപ്പോൾ എലമെൻറ്റ് ഇ എന്ന് പറയുന്ന എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. പി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആകണമെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ. അടുത്തത് എയ്ക്ക് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എയുടെ ഇൻവേഴ്സ് ബി ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് നമുക്ക് എന്താണെന്ന് പറയാം? ബി എന്ന് പറയാം. ഇനി ആ ബൈനറി ഓപ്പറേഷൻ രണ്ട് പ്രോപ്പർട്ടീസ് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും. ആൻ ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എക്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഇഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അസോസിയേറ്റീവ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പം ആ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും അതുപോലെ ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ അവിടെ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. എയുടെ ഇൻവേഴ്സ് ബി ആവണമെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Let a star be a binary operation on Q
set of rational numbers such that a star b equal to ab by 3. 1 is star commutative. 2 is star associative. Third one, find the identity element of Q. Fourth one, find the inverse of A. അപ്പം തന്നിരിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി ഈക്വൽ ടു ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 3 ആണ്. ആദ്യം ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആകാനുള്ള കണ്ടീഷൻ ഓർക്കണം, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണോ നോക്കാൻ മതി. ഇപ്പോൾ എ സ്റ്റാർ ബി തന്നിട്ടുണ്ട് എ ബി ബൈ 3. അപ്പോൾ അവിടെ നമുക്ക് ബി സ്റ്റാർ എ കാണുക. ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ ബി എ ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു എ ബി ബൈ 3. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ, ദെയർഫോർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അടുത്ത അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് ആകുമ്പോൾ ആദ്യം എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എ സ്റ്റാർ ബി എഴുതാം. എ ബി ബൈ 3 സ്റ്റാർ സി. അവിടെ ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ആദ്യത്തേന് എ ബി ബൈ 3ക്ക് വൈ എന്ന് കൊടുക്കുക, വൈ സ്റ്റാർ സി. വീണ്ടും സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ വൈ സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ വൈ സി ബൈ 3. ഇനി ആ വൈക്ക് പകരം വാല്യൂ കൊടുക്കുക. അപ്പോൾ എ ബി ബൈ 3 ഇൻറ്റു സി ബൈ 3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എ ബി സി ബൈ 9. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. വീണ്ടും അസോസിയേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഓർക്കുക, എ സ്റ്റാർ ബി സ്റ്റാർ സി കാണുക. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കുക, ബി സി ബൈ 3. ബി സി ബൈ 3ക്ക് വീണ്ടും നമ്മൾ വൈ എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് വരും അവിടെ? വീണ്ടും എ സ്റ്റാർ വൈ എന്ന് വരും. അപ്പോൾ എ സ്റ്റാർ വൈ എന്താണെന്ന് നോക്കുക. എ സ്റ്റാർ വൈ എന്ന് പറയുന്നത് എ വൈ ബൈ 3. അപ്പോൾ എ വൈ ബൈ 3ക്ക് വീണ്ടും വൈയുടെ വാല്യൂ കൊടുക്കുക, എ ബൈ 3 ഇൻറ്റു വൈക്ക് പകരം ബി സി ബൈ 3. അപ്പോൾ അവിടെ നമുക്ക് എ ബി സി ബൈ 9 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം നോക്കിയേ, റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വലാന്ന് പറയാം. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി, ദെയർഫോർ സ്റ്റാർ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയും. അടുത്ത് നമ്മളോട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് ഇ ബിലോങ്സ് ടു ക്യൂ സച്ച് ദാറ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ. ഈക്വൽ ടു ഇ സ്റ്റാർ എന്ന് എഴുതേണ്ട, കാരണം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എഴുതേണ്ട ഒരു റിസൾട്ട് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് എഴുതുക. എന്നിട്ട് എ സ്റ്റാർ ഇ ഡെഫിനിഷൻ കൊടുക്കുക, എ ഇ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എ. അപ്പോൾ എ ഇ ഈക്വൽ ടു 3 എന്ന് കിട്ടും. എ ക്യാൻസലായിപ്പോയി, ഇ ഈക്വൽ ടു 3. ആ 3 എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ തന്നിരിക്കുന്ന സെറ്റിലാണോ നോക്കണം. 3 ബിലോങ്സ് ടു ക്യൂ, അത് റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇ ഈക്വൽ ടു 3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഓർക്കേണ്ട ഫോർമുല എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് എഴുതിയിട്ട് ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ഇൻവേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എയുടെ ഇൻവേഴ്സ് ഞാൻ എ ഇൻവേഴ്സ് എന്ന് തന്നെ കൊടുത്തു. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആകാനുള്ള കണ്ടീഷൻ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താകണം? ഇ ആകണം. അപ്പോൾ ഇക്ക് പകരം വാല്യൂ കൊടുത്തു, 3 കൊടുത്തു. ഇനി സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ അവിടെ അപ്ലൈ ചെയ്തു, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 3. അത് എ സ്റ്റാർ ബി എന്നുള്ള ഡെഫിനിഷൻ കൊടുത്തതാണ്. അപ്പോൾ എ ഇൻവേഴ്സ് ബൈ 3 ഈക്വൽ ടു 3. അപ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 9, ദെയർഫോർ എ ഇൻവേഴ്സ് ഈക്വൽ ടു 9 ബൈ എ. അപ്പോൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 9 ബൈ എ. ഇനി ക്വസ്റ്റിനെ നിങ്ങളോട് ചോദിക്കുകയെന്ന് വിചാരിക്കുക, 2ൻ്റെ ഇൻവേഴ്സ് എത്രയാണ്? അപ്പോൾ 2 ഇൻവേഴ്സ് എത്രയായിരിക്കും? 9 ബൈ 2. 10ൻ്റെ ഇൻവേഴ്സ് ചോദിച്ചാലോ 10 ഇൻവേഴ്സ് ഈക്വൽ ടു 9 ബൈ 10 ആയിരിക്കും. അപ്പോൾ ഏത് നമ്പറിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിലും 9 ഡിവൈഡഡ് ബൈ ആ നമ്പർ എന്ന് എഴുതുക. അവിടെ എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം 9 ഡിവൈഡഡ് ബൈ എ, അപ്പോൾ എ 0 ആകാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ നോക്കിയുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ നോക്കി വേണം പഠിക്കാനായിട്ട്.